ചില വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ പറയുന്ന കേൾക്കാം, സാർ ഇവിടെ വന്നിട്ട് ഈ വീട്ടിലേക്ക് പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷെ പൈസയൊന്നും ഇരിക്കുന്നില്ല. അപ്പൊ അത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കേണ്ടി വരും. തെക്കോട്ടുള്ള വീടുകളും പടിഞ്ഞാറോട്ടുള്ള വീടുകളും വടക്ക് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും ഒക്കെ പല ഇടുക്കുകളിലേക്കൊക്കെ വീടുകൾ വന്നുകൊണ്ടിരിക്കും. ഈ വീടുകൾക്കൊക്കെ പലരും വന്നിട്ട് പല തെറ്റുകളും ചൂണ്ടിക്കാണിക്കപ്പെടും. എന്നാൽ ശാസ്ത്രീയമായ ചില ദിക്കുകളുടെ ചില പിഴവുകൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമുക്ക് മാറ്റിയെടുത്ത് പോസിറ്റിവിറ്റിയിലേക്ക്, അതായത് വളരെ നല്ല സുതാര്യമായ നല്ല സമ്പൽ സമൃദ്ധിയിലേക്ക് നമുക്ക് ജീവിക്കാൻ എന്നും സാധിപ്പിക്കും. ശരിക്കും സമ്പത്ത് അല്ലെങ്കിൽ സമൃദ്ധിയിലേക്കുള്ള ഒരു ഒഴുക്കിനെയാണ് നമ്മൾ വാസ്തുശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാതിലോ അല്ലെങ്കിൽ വഴിയോ പോട്ടെ ഒരു അലക്കുകല്ലോ ഒരു അഴ പോലും നമ്മളുടെ ജീവിതത്തിൽ ഭയങ്കര ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും മാറ്റാറുണ്ട്. നമസ്കാരം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമ്മുടെ ജീവിതത്തിന്റെ ശാസ്ത്രം അതാണ് വാസ്തുശാസ്ത്രം. ജീവിതത്തിന്റെ ചുറ്റുപാടുകളും ജീവിത ശൈലികളും ജീവിക്കാൻ നമുക്ക് വേണ്ട പാർപ്പിടവും മറ്റു ഭൂമിയുടെ തരങ്ങളും ഭൂമിയുടെ സ്ഥലത്തിന്റെ ഓരോ അളവുകളും പ്രതിപാദിക്കുന്ന ഈ വാസ്തുശാസ്ത്രം 18 ഋഷീശ്വരന്മാരാൽ 18 ആചാര്യന്മാരാൽ രചിക്കപ്പെട്ട വളരെ ബൃഹത്തായ ശാസ്ത്രശാഖയാണ്. നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റുമുള്ള മറ്റ് ജീവജാലങ്ങളും മറ്റ് പ്രകൃതിയിലെ മറ്റുള്ള ചെടികളും വൃക്ഷലതാദികളും നാം വസിക്കുന്ന വീടും ഇതിനെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഈ ശാസ്ത്രത്തിൽ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇത് വേദത്തില് അഥർവവേദത്തിലെ പെട്ട ഒരു ശാസ്ത്രശാഖയാണ്. ഇത് മനുഷ്യരാശിക്ക് എങ്ങനെ നല്ലതാക്കി കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴുള്ള വാസ്തു ആചാര്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില കാരണങ്ങളാൽ എന്തോ ചിലരുടെ സമയദോഷങ്ങൾ കൊണ്ടോ എന്തോ ചിലവർക്കൊക്കെ നെഗറ്റീവായിട്ട് ഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവയ്ക്കെല്ലാം ശാസ്ത്രീയമായി വാസ്തുവിൽ പരിഹാരങ്ങളും ഇതെല്ലാം ചെയ്തു കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വീട് എല്ലാവർക്കും വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമുള്ള വീടുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. തെക്കോട്ടുള്ള വീടുകളും പടിഞ്ഞാറോട്ടുള്ള വീടുകളും വടക്ക് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും ഒക്കെ പല ഇടുക്കുകളിലേക്കൊക്കെ വീടുകൾ വന്നുകൊണ്ടിരിക്കും. ഈ വീടുകൾക്കൊക്കെ പലരും വന്നിട്ട് പല തെറ്റുകളും ചൂണ്ടിക്കാണിക്കപ്പെടും. എന്നാൽ ഇവയെല്ലാം ശാസ്ത്രീയമായിട്ട് ഒരു പരിഹാരം പറയുന്നതായിട്ട് കാണുന്നില്ല. അത് പറയാൻ പറ്റിയ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പൊളിക്കലും മാറ്റലും ഒന്നുമില്ലാതെ ശാസ്ത്രീയമായ ചില ദിക്കുകളുടെ ചില പിഴവുകൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമുക്ക് മാറ്റിയെടുത്ത് പോസിറ്റിവിറ്റിയിലേക്ക്, അതായത് വളരെ നല്ല സുതാര്യമായ നല്ല സമ്പൽ സമൃദ്ധിയിലേക്ക് നമുക്ക് ജീവിക്കാൻ എന്നും സാധിപ്പിക്കും. ശരിക്കും സമ്പത്ത് അല്ലെങ്കിൽ സമൃദ്ധിയിലേക്കുള്ള ഒരു ഒഴുക്കിനെയാണ് നമ്മൾ വാസ്തുശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീട് വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നാട്ടിൻപുറത്തെല്ലാം വളരെ നല്ല രീതിയിൽ കണക്കുകളെല്ലാം നോക്കി ആചാര്യന്മാരെ വിളിച്ച് വീടുകൾ വച്ചു കഴിഞ്ഞാലും നമ്മുടെ ചില സമയത്തിന്റെ ദോഷം കൊണ്ടോ എന്തോ ചില തെറ്റുകളൊക്കെ അതിനകത്ത് വന്ന് ഭവിക്കും. ഉദാഹരണത്തിന് കന്നിമൂല, ഈശാനുകോണ്, മറ്റു കോണുകൾ, ഇതിലെല്ലാം വരാൻ പാടില്ലാത്ത കക്കൂസുകൾ, സെപ്റ്റിക് ടാങ്കുകൾ, സ്റ്റെയർ കേസുകൾ, പിന്നെ വീടിന് പുറത്തുണ്ടാകുന്ന ചില നിർമ്മിതികൾ, ഉപനിർമ്മിതികൾ, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് പല ദുരിതങ്ങളും വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ശാസ്ത്രീയമായി നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനെല്ലാം സയന്റിഫിക് വാസ്തുവിൽ, അതായത് മഹാവാസ്തുവിൽപ്പെട്ട സയന്റിഫിക് വാസ്തുവിൽ വളരെ നല്ല ചെറിയ ചെലവ് കുറഞ്ഞ പരിഹാരങ്ങളുണ്ട്. ഇവ നമുക്ക് ചെയ്തു കൊടുക്കാൻ
സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ചുറ്റുപാടുകളിൽ ഒരേ നക്ഷത്രത്തിലായാലും അല്ലെങ്കിൽ ഒരേ ഇതാണെങ്കിലും പലർക്കും പല അനുഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ താമസിക്കുന്ന വീട് നമ്മളൊരു ജ്യോതിഷനെ കാണുമ്പോൾ അവിടെ രക്ഷസുണ്ടോ, സർപ്പമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് മറ്റുള്ള പരിഹാരങ്ങളുമായിട്ട് ഓടി നടക്കുന്ന ഈ സാഹചര്യത്തിൽ വീടിന്റെ ചിലപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാതിലോ അല്ലെങ്കിൽ വഴിയോ പോട്ടെ, ഒരു അലക്കുകല്ലോ, ഒരു അഴ പോലും നമ്മളുടെ ജീവിതത്തിൽ ഭയങ്കര ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും മാറ്റാറുണ്ട്. ഇവയെല്ലാം നമുക്ക് നോക്കിയെടുത്ത് നമുക്കൊരു ശാസ്ത്രീയമായ പ്രതിവിധിയോടുകൂടി ചെയ്തു തീർത്തു കൊടുക്കാൻ പറ്റും. വീടിന് അനുയോജ്യമായ കളറുകൾ, ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും അനുയോജ്യമായ കളറുകൾ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രീയമായ മാറ്റങ്ങളിലൂടെ ഇതെല്ലാം മാറ്റി സമ്പൽ സമൃദ്ധിയിലേക്ക് മാറ്റിയെടുക്കാം. എല്ലാവർക്കും വടക്കോട്ട് ദർശനമുള്ള വീട് വയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇപ്പൊ കന്നിമൂലയിലെ ചിലപ്പം എൻട്രൻസ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും. അതിന് നമുക്ക് ലഘുവായ പരിഹാരം ഉണ്ട്. അത് ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം വീടിന്റെ മറ്റ് നിർമ്മിതികളോ മറ്റു പൊളിക്കലോ ഒന്നും ഇല്ലാതെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്കൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു അടവ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ധനത്തിന്റെ പോക്ക്, ധനം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ചില വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ പറയുന്ന കേൾക്കാം, സാർ ഇവിടെ വന്നിട്ട് ഈ വീട്ടിലേക്ക് പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷെ പൈസയൊന്നും ഇരിക്കുന്നില്ല. അപ്പൊ അത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കേണ്ടി വരും. ഇതിന് നമ്മൾ ചെറിയ 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 ടിപ്സ്, അതായത് ചെറിയ പിരമിഡ്സ്, കുതിരകള്, സൂര്യൻ, അതുപോലെ ചെറിയ നാണയങ്ങൾ, ഇതെല്ലാം പലയിടത്തായിട്ട് വച്ചിട്ട് നമുക്ക് ആ വീട്ടിൽ ഐശ്വര്യം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് രത്നദീപ സ്ഥാപനമാണ്. അതിന് ഇത്തിരി ചെലവ് കൂടുതലാണ്. പിന്നെ ദോഷപരിഹാരമായിട്ട് ഇപ്പോൾ ഒരു ഇതുള്ള പഞ്ചശിരസ് സ്ഥാപനം. ഈ പഞ്ചശിരസ് ആണെങ്കിൽ പോലും പലയിടത്തും പഞ്ചശിരസ് വെച്ചിട്ട് അത് ഏക്കുന്നില്ല. ഈ പഞ്ചശിരസ് അത് വയ്ക്കേണ്ട രീതിയിലല്ല വയ്ക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചശിരസും ഏക്കാത്തത്. അതിനും ചില ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. അതും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. പഞ്ചശിരസ് 5 മാറ്റി മാറ്റി വയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് പഴയ പുരാണങ്ങളിൽ ഋഷീശ്വരന്മാർ വളരെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ചില സ്വാമിമാരെനിക്ക് അനുഗ്രഹിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കതെല്ലാം കൂടി കൊണ്ട് നമുക്ക് ശാസ്ത്രീയമായ അല്ലെങ്കിൽ ചെറിയ ന്യൂനതകൾ മാറ്റി നമ്മുടെ വീട്ടിൽ, ഭവനത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കാൻ, എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെയുള്ളത് വഴികളാണ്. 8 ദിക്കുകളുണ്ട്. ആ 8 ദിക്കും പിന്നെ വിധിക്കും, 4 ദിക്കും 4 വിധിക്കും, ഇതിൽ കൂടാണ്ട് അതിനിടയ്ക്കുള്ള ഉപദിക്കുകളും, ഇതെല്ലായിടത്തും കൂടി വഴികൾ വരുമ്പോൾ പലതരത്തിലുള്ള എഫക്റ്റുകൾ വരും. ഇതെല്ലാം നമ്മൾ നോക്കി സൈറ്റുകളിൽ ചെന്ന് നോക്കിക്കണ്ട് അതിന് വേണ്ട റെമഡി എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഉന്നതിയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഇനിയും ഈശ്വരൻ അതിന് സാധിക്കട്ടെ. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള പരിഹാരങ്ങളും വാസ്തുശാസ്ത്രത്തിലെ എളുപ്പം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത്, കൂടുതൽ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള പരിഹാരങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.